കഴിഞ്ഞ 79 വർഷമായി സ്വാതന്ത്ര്യ പരിപാടികൾ ഒരു പ്രശ്നവും കൂടാതെ സമാധാനത്തിലും സന്തോഷത്തിലുമായിരുന്നു നമ്മളൊക്കെ നടത്തിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ BJP അതും കൊളാക്കി തന്നിട്ടുണ്ട്. നന്ദിയുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ മേയർ ദേശീയ ഗാനവും BJP കൗൺസിലർമാർ വന്ദേ മാതരവും ഒരുമിച്ച് പാടി. എന്താ അല്ലെ, നമുക്കത് വിശദമാക്കാം. അതുപോലെ UP ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഈ വന്ദേ മാതരം എന്ന് പറഞ്ഞ് നടക്കുന്ന BJP-കാരോട് പറയാനുള്ളത് ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. അത് കാരണമായി ഒരു കുട്ടി മരണപ്പെട്ടു. അപ്പോൾ ഈ വന്ദേ മാതരം എന്ന് പറഞ്ഞ് നടക്കുന്നതിന് പകരം ഈ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അപകടം അവിടെ ഉണ്ടാവില്ലായിരുന്നു. നമുക്കത് വിശദമാക്കാം. അതിനു മുമ്പായി നമുക്ക് കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്നിട്ടുള്ള അതിന്റെ ദൃശ്യം കാണാം. കേട്ടില്ലേ, എന്താണല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്? നാഷണൽ ആന്തത്തെയും നാഷണൽ സോങ്ങിനെയും ഒരുപോലെ അപമാനിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ലീഗാലിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. BJP-ക്കാർ വന്ദേമാതരം പാടുമ്പോൾ CPM-മാര് നാഷണൽ ആന്തം പാടുന്നു. ഇത് പ്രശ്നമല്ലേ? ഇത് ഇല്ലീഗൽ അല്ലേ? അതെ, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട് പ്രകാരം ഇങ്ങനെ നാഷണൽ സോങ് പാടുന്ന ഡിസ്റ്റർബ് ചെയ്യുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്. 3 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടി വരും. കണ്ടോ, ഈ ലോ എനിക്കറിയായിരുന്നു. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ജനഗണമന നാഷണൽ ആന്തം പാടുന്ന ഡിസ്റ്റർബ് ചെയ്താലും ഇതേ സെക്ഷൻ 3 പ്രകാരം 3 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് 2 കൂട്ടരും കുടുങ്ങും. അങ്ങനെയുണ്ടല്ലേ? ഇതെന്താ ഈ നാഷണൽ സോങ് വേഴ്സസ് നാഷണൽ ആന്തം പരിപാടി? കേട്ടില്ലേ, കേസ് എടുത്തു കഴിഞ്ഞാൽ 2 കൂട്ടരും കുടുങ്ങും. എന്റെ അഭിപ്രായത്തിൽ 2 പേരുടെ പേരിലും കേസ് എടുക്കുക. കാരണം നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും രണ്ടിനെ അപമാനിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ചോദ്യം എല്ലാവരുടെയും മൈൻഡിൽ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നാഷണൽ ആന്തമാണോ നാഷണൽ സോങ് ആണോ വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാഷണൽ ആന്തം തന്നെയാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു കാരണമാണ് ഇറ്റ്സ് അഡാപ്റ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇൻ 1950. 1950 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡയറക്ട്ലി എക്സ്പ്ലിസിറ്റ്ലി അഡോപ്റ്റ് ചെയ്തതാണ് നാഷണൽ ആന്തം. അതുപോലെ ഹോണറിംഗ് ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഓഫ് എ സിറ്റിസൺ അണ്ടർ ആർട്ടിക്കിൾ 51A ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ട്, ആർട്ടിക്കിൾ 51A. അതിൽ ഹോണർ ചെയ്യുന്നതിൽ ഈ നാഷണൽ ആന്തത്തെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നാഷണൽ ആന്തം തന്നെയാണ്. അത് മാത്രമല്ല, ഏത് നേഷൻ നോക്കിക്കഴിഞ്ഞാലും എല്ലാ രാജ്യക്കാർക്കും അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നാഷണൽ ആന്തം തന്നെയാണ്, നാഷണൽ സോങ് അല്ല. നാഷണൽ സോങ് രണ്ടാമതേ വരികയുള്ളൂ. അപ്പോൾ ഇവിടെ BJP ചെയ്യേണ്ടത്, രാജ്യസ്നേഹികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന BJP ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നാഷണൽ ആന്തം കേൾക്കുമ്പോൾ അവർ മിണ്ടാതിരിക്കണമായിരുന്നു. പക്ഷേ അവർ നാഷണൽ സോങ് വീണ്ടും, അതായത് കണ്ടിന്യൂ ചെയ്യുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ അവരുടെ രാജ്യസ്നേഹം. ഇനി നമുക്ക് ഡെപ്യൂട്ടി മേയർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വരാം. നിങ്ങള് അവര് വിളിച്ചിട്ടല്ലേ വന്നത്? സാധാരണഗതിയിൽ കോർപ്പറേഷനിൽ ആരും വരാറില്ല. അപ്പൊ ഇതൊരു ഇഷ്യൂ ഉണ്ടായത് കൊണ്ട് ഏതായാലും നിങ്ങൾ വന്നത് നന്നായി. അല്ല, അതിലൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. കാരണം എന്താന്ന് വെച്ചാല് അത് കാണുന്നവർ ചിന്തിക്കട്ടെ. ദേശീയഗാനം ചൊല്ലുന്നതിനൊരു രീതിയൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്. അത് ഏറ്റവും അഭിമാനത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് അറ്റൻഷനായി നിന്നുകൊണ്ട് പാടണം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇത്തരം ലാഭം ഒക്കെ നോക്കുന്നതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. വന്ദേമാതരം പാടാൻ എനിക്കറിയില്ല, എന്നെ അറിയിച്ചിട്ടില്ല. ഡെപ്യൂട്ടി മേയർ എന്നുള്ള രീതിയിൽ എന്നെ അറിയിച്ചിട്ടില്ല. മേയറെ അറിയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ വന്ദേമാതരം പാടാനല്ല, നമ്മൾ ദേശീയഗാനം പാടാനാണ് ഇവിടെ അജണ്ടയിൽ അങ്ങനെയാണ് എഴുതി ചേർത്തിരുന്നത്. ആശംസ പറയുക, ദേശീയഗാനം ചൊല്ലിയിട്ട് പിരിയുക എന്നുള്ളതായിരുന്നു. ഞങ്ങളുടേതിൽ ഉണ്ടായിരുന്നില്ല. കോർപ്പറേഷന്റെ എനിക്ക് കിട്ടിയതിനകത്തിൽ നിർദ്ദേശത്തിനകത്ത് അതുണ്ടായിരുന്നില്ല. അല്ല, അങ്ങനത്തെ ഇഷ്യൂസിലേക്കൊന്നും, അങ്ങനത്തെ കോൺട്രവേഴ്സിയിലേക്കൊന്നും ഞാനിപ്പോ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പിന്നെ എന്താ പറയാ,
ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാം. ഏതായാലും ഞങ്ങളുടെതില് വന്ദേമാതരം പാടണം എന്ന് തീരുമാനിച്ചതായിട്ട് എന്റെ അറിവിലില്ല. നേരത്തെ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ആര് പറയുന്നത്? ബിജെപി കൗൺസിലേഴ്സ്. ഞാൻ ഡെപ്യൂട്ടി മേയറാണ്. എനിക്കറിയില്ല. മേയറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേയർ പിന്നെ നിർദ്ദേശം എനിക്ക് തന്നിട്ടുമില്ല. ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ രണ്ടു കൂട്ടരും ഒരുമിച്ച് ഇങ്ങനെ ചൊല്ലിയത് ജനഗണമന പാടണമെന്ന് ഒഫീഷ്യലി മേയറാണ് അവിടെ അനൗൺസ് ചെയ്തത്. മേയറാണ് ജനഗണമന ചൊല്ലി തുടങ്ങിയത്. അതിന്റെ കൂട്ടത്തിൽ ദേശീയഗാനം പാടുക അല്ലാതെ പിന്നെ കേട്ടല്ലോ. ഡെപ്യൂട്ടി മേയർ പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അവർ വിളിച്ചിട്ട്, അതായത് BJP വിളിച്ചിട്ടാണ് അവിടെ ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത്. അതായത് അവർ മനഃപൂർവ്വം ഒരു പ്രശ്നം എന്തായാലും ക്രിയേറ്റ് ചെയ്യുമെന്ന് ഉറപ്പിച്ചിട്ട് വന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ന്യൂസ് കേൾക്കാം. കാസർഗോഡ് നിന്ന് ഒരാൾ പറയുകയുണ്ടായിരുന്നു ഓഗസ്റ്റ് 15 എന്തായാലും ഞാൻ വന്ദേ മാതരം പാടുമെന്ന്. അവർ പാടുന്നത് നമുക്കൊന്ന് കേട്ടാലോ. കാസർഗോഡ് വന്ദേമാതരം പൂർണ്ണമായി പാടി BJP പ്രതിഷേധിക്കുകയാണ്. റെക്കോർഡ് ചെയ്ത ഗാനത്തിന് ചുണ്ടനക്കിയാണ് BJP പ്രവർത്തകർ വന്ദേമാതരം പാടിയത്. വന്ദേമാതരം പൂർണ്ണമായി അറിയാത്തതിനാൽ എഴുതി തയ്യാറാക്കിയ പേപ്പറുമായിട്ടാണ് പ്രവർത്തകർ എത്തിയത്. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ, മുഴുവൻ അരുൺ, വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുകയും വേണം, പൂർണ്ണമായിട്ട് അറിയില്ല. അപ്പോൾ എഴുതിയ കൊണ്ടുവന്ന പേപ്പർ നോക്കിയിട്ടാണോ എല്ലാവരും പാടിയത്? സ്മൃതി, ആ തരത്തിൽ ഈ പ്രവർത്തകർ ഈ വന്ദേമാതരം പൂർണ്ണമായി അറിയാത്തത് കൊണ്ട് തന്നെ പേപ്പറിൽ എഴുതി കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതിന്റെ ആവശ്യം വന്നില്ല. പശ്ചാത്തലത്തിൽ നമുക്കത് കൃത്യമായി കേൾക്കാം. ആ പശ്ചാത്തലത്തിൽ വന്ദേമാതരം റെക്കോർഡ് ചെയ്ത് അത് പ്ലേ ചെയ്യുകയാണ് ഉണ്ടായത്. അതിനനുസരിച്ച് ചില പ്രവർത്തകർ അതിനൊപ്പം പാടുന്നുണ്ട്, ചിലർ ചുണ്ടനക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് അവിടെ കണ്ടത്. ഈ സംസ്ഥാന സർക്കാർ ഈ വന്ദേമാതരം വിലക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് BJP വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചു. കണ്ടല്ലോ, എന്തായാലും പാടുമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ പഠിച്ചിട്ട് വന്നാ പോരായിരുന്നോ? ഇത്രയും ദിവസമില്ലേ, ഒന്ന് പഠിച്ചൂടായിരുന്നോ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ UP മോഡൽ ഡെവലപ്മെന്റ് കേരളത്തിൽ വേണമെന്ന് പറയുന്ന കുറെ ഉണ്ടല്ലോ, അവർക്കും പിന്നെ അതുപോലെ ഈ വന്ദേ മാതരം എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു. UPയിലെ സംബലിൽ സ്കൂൾ ബാൽക്കണി തകർന്നു വീണു. ഒരു വിദ്യാർത്ഥി മരിച്ചു, ഒട്ടേറെ കുട്ടികൾക്ക് പരിക്ക്. സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഇടയിലാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് ആ വീഡിയോ കാണാം, അപ്പോൾ മനസ്സിലാവും ആ ബിൽഡിങ്ങിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. കണ്ടില്ലേ, ഒരു 3-4 വിദ്യാർത്ഥികൾ അതിന്റെ മുകളിൽ നിൽക്കുമ്പോൾ തന്നെ അത് പൊള്ളു വീണു. അത്രയും സ്ട്രോങ് ആണ് ആ ബിൽഡിംഗ് ഉള്ളത്. ഈ വേണ്ടാത്ത കാര്യങ്ങൾ ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതിന് പകരം ഈ വന്ദേ മാതരം, ഈ ഇഷ്യൂ ഒക്കെ വെറുതെ അല്ലേ, ആവശ്യമുള്ളതാണോ? ഇത് മാത്രമല്ല, ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ മറ്റു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലുള്ള കാര്യങ്ങൾ ഇടപെട്ട് ആദ്യമേ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുട്ടിയുടെ ജീവൻ അവിടെ പോവില്ലായിരുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.